ഗുഡ് മോർണിംഗ്. ഇന്നത്തെ യാത്ര തുടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഗുജറാത്തിലെ തന്നെ റാൻ ഓഫ് കച്ച് എന്ന പ്രദേശത്തേക്കാണ്. റാൻ ഓഫ് കച്ചിലേക്ക് ഏകദേശം ഇവിടുന്ന് 450 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏതായാലും റാൻ ഓഫ് കച്ചിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ എത്തിയില്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും പ്രദേശത്ത് സ്റ്റേ ചെയ്യേണ്ടി വരും. പിന്നെ പോകുന്ന വഴി തന്നെ വേറെ 1-2 സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ അഹമ്മദാബാദിനോട് വിട പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഹായ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശവകുടീരം കരിയിൽ നിന്നാണ്. കേൾക്കുമ്പോൾ ഞെട്ടണ്ട, അത്തരത്തിലൊരു ഹോട്ടലുണ്ട് അഹമ്മദാബാദ്, ന്യൂ ലക്കി റെസ്റ്റോറൻറ്റ്. ഇവിടെ നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഇവിടെ ഫുള്ള് മക്ബറകളാണ്. അതായത് ഒരു പള്ളിയോട് ചേർന്നുള്ള മക്ബറയിലാണ് ഈ ഹോട്ടൽ. അതായത് ഈ ഹോട്ടലിനകത്താണ് മക്ബറ. ഈ കാണുന്ന ശവകുടീരങ്ങളൊക്കെ ഈ ഹോട്ടലിനകത്ത് തന്നെയാണ്. ഇതുപോലെ പല അപ്പുറത്തും വേറെ ഉണ്ട്. പല പല ഭാഗങ്ങളിലായിട്ട് ശവകുടീരങ്ങളുണ്ട്. ഒരു പള്ളിയുടെ മക്ബറക്കരികിലുള്ള ചെറിയൊരു ഹോട്ടലായിരുന്നു. ആദ്യം ഒരു ചെറിയ ചായക്കടയായിട്ടാണ് ഇത് തുടക്കം വിട്ടത്. പിന്നീട് അത് വിപുലീകരിച്ചാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. എന്തായാലും ഭയങ്കര വിചിത്രമായ ഒരു ഹോട്ടൽ തന്നെയാണിത്. സ്ഥിരമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. അവർക്കിത് എന്നും കാണുന്ന ഒരു കാഴ്ചകളാണ്. എന്നാൽ പുതുതായിട്ട് ഇവിടെ വരുന്നവർക്ക് ഒരു അമ്പരപ്പാണ് ഇത്തരത്തിലൊരു ഹോട്ടലോ. ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ആളുകൾ ഭക്ഷണം ആർത്തിയോടുകൂടി കഴിക്കുകയാണ്. അങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാനിവിടെ കഴിക്കാൻ നൂഡിൽസ് ദോശ എന്ന് പറയുന്ന ഒരു വിഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചില്ല നൂഡിൽസ് ദോശ. സാധനം ഇപ്പോൾ നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നൂഡിൽസ് ദോശ. ദോശക്കകത്ത് നൂഡിൽസ് പ്രിപ്പയർ ചെയ്ത് പ്രത്യേക മസാലയോട് കൂടി നൂഡിൽസ് പ്രിപ്പയർ ചെയ്തിട്ട് ദോശക്കകത്ത് നിറച്ചതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചട്നിയും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് രുചിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കൈ കൊണ്ട് കഴിച്ചാലേ ശരിയാവും. സ്പൂണൊന്നും നമുക്ക് നടക്കില്ല. വെറൈറ്റി പറയുമ്പോൾ ദോശ. അതാണ് നമ്മുടെ ദോശേൻ്റെ അകത്ത് നൂഡിൽസിൻ്റെ മസാലയൊക്കെ ചേർത്തുള്ളൊരു വിഭവം നിറച്ചെന്ന് അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും സംഗതി ടേസ്റ്റാണ്. ഇത് കഴിച്ചാൽ വയറ് വേഗം നിറയും. കാരണം ഓൾറെഡി നമുക്ക് ദോശ കഴിച്ചാൽ തന്നെ വിശപ്പ് മാറണമാണ്. പോരാത്തിന് അതിൻ്റെ അകത്ത് നൂഡിൽസ് ഇങ്ങനെ കുത്തി നിറച്ചേക്കാണ്. ഇത്രയും ഒരുപാട് നൂഡിൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതും കൂടി കഴിക്കണം. ഇനി ചിലപ്പോൾ മിക്കവാറും ഉച്ചയ്ക്ക് ഇനി വേറെ ഭക്ഷണം നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. തന്നെ മതിയാവും. എന്തായാലും ഫുഡ് നല്ല ഹെവി ആയിട്ടുണ്ട്. നന്നായിട്ട് ഹെവി ആയിട്ടുണ്ട്. വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല ഇവിടെ. ഇനി നേരെ റാൻ ഓഫ് കച്ച്. ശരിക്കും ഈ ഹോട്ടൽ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ ഇവർ മക്ബറകളെ സംരക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഇവരിത് നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ മക്ബറ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കറക്റ്റ് അതിൻ്റെ വേണ്ട രൂപത്തിൽ ഇരുമ്പിൻ്റെ ഗ്രില്ലുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് വലയം തീർത്ത് കറക്റ്റ് പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പൊടികളൊന്നും ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്.
റാൺ ഓഫ് കച്ച് ഭാഗങ്ങളിലേക്ക് പോകുന്ന സുന്ദരമായ റോഡുകളാണ് ഈ കാണുന്നത്. റാൺ ഓഫ് കച്ചിലേക്ക് ഇനിയും ഇവിടുന്ന് 300-ലേറെ കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. ഓഫ് കച്ചിലേക്കുള്ള പാതകൾ അതിസുന്ദരമാണ്. വളരെ ഭംഗിയുള്ള പാതകളാണ് ഇവിടെ ഉള്ളത്. ഒറ്റപ്പെട്ട അത് വളരെ വിജനമായ പാതകളാണ്. പാതയുടെ ചുറ്റിലും ഇവിടെ കൃഷിയിടങ്ങൾ, വല്ലപ്പോഴൊക്കെ റോഡിൻ്റെ വശത്തു കൂടി പോകുന്ന കന്നുകാലിക്കൂട്ടങ്ങൾ, കന്നുകാലിക്കൂട്ടത്തെ മേയിച്ചെടുക്കുന്ന കർഷകർ, ഇടയ്ക്ക് തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്ന ഇതുപോലത്തെ ആളുകൾ, ഇടയ്ക്ക് റോഡിനരികിലൂടെ കൂട്ടമായി തലയിൽ പുല്ലും വെച്ച് പോകുന്ന സ്ത്രീകൾ. വളരെ സുന്ദരമായ കാഴ്ചകളാണ് ഈ പാതയ്ക്ക് ഇരുവശവും കാണാൻ കഴിയുന്നത്. വളരെ നല്ല പാത, ഒറ്റപ്പെട്ട പാത, വിജനമായ പാത, അടിപൊളി ഉഷാർ. ഇപ്പോൾ ഞാനൊരു തണ്ണിമത്തം വാങ്ങി കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് വണ്ടി. തണ്ണിമത്തന് 1 കിലോ 20 രൂപയാണ് പറയണത്. അപ്പോൾ എന്തായാലും ഒരു തണ്ണിമത്തനൊന്നും പിള്ളേരെയും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കഷ്ണം മുറിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ തണ്ണിമത്തം കച്ചവടം ചെയ്യുന്ന ആളാണ്. കാരണം ഗുജറാത്തി ബൈ കിഷൻജിയുടെ വൈഫും ഭാര്യയും അപ്പുറത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. आपका बेटा है? ये करवाली वाइफ है. वाइफ बच्चा भी मेरा. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയാണ് അപ്പുറത്തിരിക്കുന്നത്. അവിടെ വേറെ കച്ചവടം നടക്കുന്നത്. എന്തുതന്നെയായാലും ഗുജറാത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് ഇവിടുത്തെ റോഡുകളാണ്. ഇന്നലെ കണ്ട നാഷണൽ ഹൈവേ ആയാലും ഇന്ന് കാണുന്ന സംസ്ഥാന പാതകളായാലും എല്ലാം നല്ല മികവുറ്റ റോഡുകളാണ് ഗുജറാത്തിൽ കാണാൻ കഴിയുന്നത്. എവിടെയും പൊട്ടിയും പൊളിഞ്ഞും കിടക്കുന്നില്ല. ഉന്നയത്തിൽ വളരെ റയറായിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യാത്ര വളരെ സുഗമമാണ് ഗുജറാത്തിലൂടെ യാത്ര ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഈ റാൺ ഓഫ് കച്ചിലേക്ക് പോകുന്ന ദൂരം ഏകദേശം 450 കിലോമീറ്ററോളം അധികം വരും അഹമ്മദാബാദിൽ നിന്ന്. എങ്കിലും ഇതുവരെ ഇപ്പോൾ ഞാനൊരു 130-150 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു. വളരെ നല്ല റോഡുകളായിരുന്നു. നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ആ വെയിലൊരു ശമനം കിട്ടാൻ വേണ്ടിയാണ് തണ്ണിമത്തം വാങ്ങിയത്. തണ്ണിമത്തം 50 രൂപയ്ക്ക് ഞാൻ വാങ്ങി. അതിലുള്ളത് അവരെ കൂട്ടത്തിൽ വിൽക്കാൻ വെച്ചതിന് ഏറ്റവും ചെറുത്ത് നോക്കി തൂക്കിയിട്ടു. അത് 2.5 കിലോ 3 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് വാങ്ങി. അത് മുറിച്ച് മാക്സിമം കഴിക്കേണ്ട ഭാഗങ്ങൾ കഴിച്ചു. കഴിച്ചു. ബാക്കിയുള്ളത് ഒരു കവറിലാക്കി വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ കന്നുകാലികളെ വെച്ചിട്ട് 2 പേര് പോകുന്നുണ്ട്. അല്ല നീളമുള്ള വടിയൊക്കെ കഴിയുന്നുണ്ട്. ഈ തണ്ണിമത്തം എന്തായാലും ഇവർക്ക് കൊടുക്കാം. ഇവരേതായാലും വെയിലത്ത് തളർന്ന് കിടക്കല്ലേ. ഏതോ सब ले लो. നല്ല കനത്ത വെയിലാണ്. ആർക്കാരും തണ്ണിമത്തം കണ്ടാൽ കഴിക്കാൻ തോന്നും. ഏതായാലും അവർക്ക് കൊടുത്ത് നന്നായി. അവർ അത്രയും തളർന്ന് എന്തിനും ക്ഷീണിച്ച് റോട്ടിലൂടെ സഞ്ചരിക്കുന്നവരാണ്.
ഇതുപോലുള്ള തുറസായ വാഹനങ്ങളിലാണ് ഇവിടുത്തെ ജനങ്ങൾ അധികം സഞ്ചരിക്കുന്നത്. ഇവിടുത്തെ ആളുകളുടെ പ്രധാന യാത്രാമാർഗം ഇതുപോലുള്ള ഓട്ടോറിക്ഷകൾ, അതുപോലെ ഓപ്പൺ ചെയ്യുന്ന ട്രാക്ടറുകൾ, ഇതൊക്കെ തന്നെയാണ്. ഒടുക്കത്തെ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. നന്നായിട്ട് വേർത്ത് കുളിക്കുന്നുണ്ട്. നെറ്റിന്നൊക്കെ തന്നെ വേർപ്പ് തുള്ളികൾ ഇറ്റിറ്റ് മുഖത്തൂടെ ഫുള്ളായിട്ട് വലിച്ചൊഴുകുന്നുണ്ട്. വിശ്രമിക്കുക, വെള്ളം കുടിക്കുക, വിശ്രമിക്കുക, വെള്ളം കുടിക്കുക, അതാണ് ഇന്ന് മെയിനായിട്ട് ചെയ്യുന്ന പരിപാടികൾ. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, രാവിലത്തെ ഭക്ഷണം തന്നെ അത്യാവശ്യം കഴിച്ചിരിക്കുന്നത് മതി. ഇവിടെ ഇടതുഭാഗത്ത് സൈഡാക്കിക്കുന്ന സാധനം കണ്ടുണ്ടോ? നമ്മളെ കാറ്റാടി പാടത്തിത്തെ ആ ലീഫാണ്, ഒരു ലീഫാണ് ഈ ഒരു വണ്ടിയിൽ നീണ്ട് കിടക്കുന്നത്. എന്താ അതിൻ്റെ ഒരു വലിപ്പം നോക്കിയാൽ. നമ്മളിങ്ങനെ വഴി കൂടെ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ദൂരെ കാണുമ്പോൾ വിചാരിക്കും ഒരു ക്ലോക്കത്തെ സൂചി പോലെ വളരെ ചെറിയ സാധനമാണ്. ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. അഹമ്മദാബാദിൽ നിന്ന് രാവിലെ തുടങ്ങിയ യാത്ര ഇപ്പോൾ ഏകദേശം റാൻ ഓഫ് കച്ചിലേക്ക് എടുത്തിട്ടുണ്ട്. ഭുജ് എന്ന സ്ഥലം കഴിഞ്ഞു. ഇനി റാൻ ഓഫ് കച്ചിലേക്ക് ഏകദേശം 30-40 കിലോമീറ്ററേ ഉള്ളൂ. വളരെ വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. റോഡ് മാത്രമേ ഉണ്ട് കറുത്ത് നീളത്തേക്ക് കിടക്കുന്നത്. ചുറ്റുഭാഗം മൊത്തം വരണ്ട് ഉണങ്ങി കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ്. രാവിലെ 9 മണിക്ക് അഹമ്മദാബാദിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ സമയം ഏകദേശം 5:30 ആവാനായി. സ്ഥലത്തെത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഏകദേശം 400 കിലോമീറ്ററോളം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. യാത്ര കച്ചിലെത്തുന്നതോടുകൂടി ഇന്നത്തെ വിശേഷങ്ങളും അനുഭവങ്ങളും ഇവിടെ കഴിയുകയാണ്. റാൻ ഓഫ് കച്ചിൻ്റെ മറ്റ് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.